ഹലോ നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ വെട്ടുകാട് ദേവാലയത്തിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയും മനോഹരമായ ഒരു ദേവാലയം വേറെ ഒന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു സന്ദർശനമൊക്കെ നടത്തിയ ഒരു അവസരത്തിൽ ഇത്രയും വലിപ്പമുള്ളതും മനോഹരമായതും ഒക്കെ ഒരു ദേവാലയം ഈ വെട്ടുകാട് പള്ളി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പള്ളിയാണ് വെട്ടുകാട് മാതിര ദേവൂസ് ദേവാലയം എന്ന് പറയുന്ന നമ്മുടെ ഈ വെട്ടുകാട് പള്ളി. മാതിര എന്ന ഇറ്റാലിയൻ വാക്കും ദേവൂസ് എന്ന പോർച്ചുഗീസ് വാക്കും ചേർത്താണ് മാതിര ദേവൂസ് എന്ന പേര്, ദൈവത്തിൻ്റെ അമ്മ എന്ന അർത്ഥം വരുന്ന ഒരു പേരാണ് നമ്മുടെ വെട്ടുകാട് പള്ളിക്കുള്ളത്. കുറഞ്ഞത് ഒരു 500 വർഷം പഴക്കമെങ്കിലും ഈ ദേവാലയത്തിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മുൻവശത്ത് കടലാണ്. അപ്പോൾ കടലിൻ്റെ മുൻപിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. അപ്പം അതൊക്കെയാണ് ഈ ദേവാലയത്തിൻ്റെ ഭംഗി മാറ്റു കൂട്ടുന്നത്. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് കറ്റാമ്പ് ഉണ്ടെന്നുള്ളത്. കറ്റാമ്പെന്ന് പറയുന്നത് ആദ്യകാല ക്രിസ്ത്യാനികളെ അടക്കം ചെയ്തിരുന്ന ഒരു ഭൂഗർഭ അറ പോലെയുള്ള ഒരു സ്ഥലമാണ് ഈ കറ്റാമ്പുകൾ എന്ന് പറയുന്നത്. യഹൂദന്മാരെ ഭയന്ന് ആദിമ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത് കറ്റാമ്പുകളിലാണെന്ന് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ കറ്റാമ്പുകളുടെ ഒരു മാതൃകയിൽ ഇവിടെ ഒരു ഭൂഗർഭ അറ പോലെ ഒരു സംവിധാനമുണ്ട്. പല ഭാഷയിൽ എഴുതിയിരിക്കുന്ന ബൈബിളുകൾ, ഒരു മ്യൂസിയം പോലെ തന്നെ വളരെ മനോഹരമായ ഒരു കറ്റാമ്പ് ഈ ദേവാലയത്തിന് ഉണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 1543 1547 ഇടയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ ദേവാലയം സന്ദർശിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വെട്ടുകാട് പള്ളി. അപ്പോൾ ഇതുവരെ ഈ ദേവാലയം സന്ദർശിക്കാത്ത വിശ്വാസികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദേവാലയം ഒരു വളരെ അനുഗ്രഹപ്രദമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ദേവാലയം ഉള്ളത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 8.5-9 കിലോമീറ്റർ അടുത്ത് വരും. ശംഖുമുഖം ബീച്ചിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണം. പിന്നെ ഇവിടുത്തെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ ചരടൊക്കെ കെട്ടി ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഈ ചരട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടുന്നതിന് മുമ്പ്, ചരട് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ആ ഒരു നിയോഗം, ആഗ്രഹം നമുക്ക് ദൈവം സാധിച്ചു തരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് പള്ളിയുടെ ഒരു മോഡലാണ്. നമ്മുടെ വെട്ടുകാട് ചർച്ചിൻ്റെ ഒരു മോഡൽ പണിത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കറ്റാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഒരുപാട് നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തോന്നും, അത്ര മനോഹരമാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏതായാലും തിരുവനന്തപുരം വരെ വന്നതല്ലേ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു മൃഗശാലയും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ജോയും പാസ്റ്ററും പിള്ളേരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ മൃഗശാലയൊക്കെ ഒന്ന് സന്ദർശിക്കാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.